മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ തേങ്ങലാണ് ഈ വചനത്തിലൂടെ കാണുന്നത്. ജെറുസലേമിനെ കുറിച്ചുള്ളൊരു വേദന ചെറിയ വാക്കുകളിൽ സ്വർഗം ഇവിടെ അടർത്തിയിടുകയാണ്. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ കീഴിൽ കാത്തു സംരക്ഷിക്കുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവും ആയി തീർന്നിരിക്കുന്നു. ഇതൊരു വലിയ വേദനയാണ്. പലതവണ സ്വർഗം ജെറുസലേമിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടും ഫലം കാണാതെ വരുമ്പോൾ പറയുകയാണ്, ഇനി നിങ്ങളുടെ ഭവനം പരിത്യക്തമായി ശൂന്യമായി തീർന്നിരിക്കുന്നു. സ്വർഗത്തിൻ്റെ ഇടപെടൽ അത് അസാധാരണമായ ഇടപെടലാണ്. എന്നാൽ നിന്റെ പ്രതികരണമാണ്, നിന്റെ സമീപനമാണ് നിന്നെ സ്വർഗോന്മുഖമാക്കുന്നതെന്ന് തിരിച്ചറിയണം. പലതവണ പല താക്കീതുകൾ, പല ഓർമ്മപ്പെടുത്തൽ, തിരിച്ചു വരാനുള്ള പല വേളകൾ, അനുഗ്രഹിക്കപ്പെടാൻ പല മുഹൂർത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ സ്വർഗം സമ്മാനിച്ചതാണ്. എന്നാൽ അതിനോടൊക്കെ എങ്ങനെയാണ് നീ പ്രതികരിച്ചത്? ഇപ്പോഴും ഇതൊന്നും കേട്ടില്ല, ഇതൊന്നും കണ്ടില്ല, ഇതെന്നോടല്ല, പിന്നെ ആവട്ടെ, ഇങ്ങനെ പല വിധത്തിൽ സ്വർഗത്തിൻ്റെ ഹിതത്തിനോട് മറുതലിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ എനിക്കും നിനക്കും ഇതേപോലുള്ള ഒരു അവസാനമായിരിക്കും വരാൻ പോകുന്നതെന്ന് ഓർക്കണം. നീ പരിത്യക്തനാകും, നീ ശൂന്യനായിട്ട് വട്ടപൂജ്യമായി മാറുമെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തിന് വിലമതിച്ചില്ലെങ്കിൽ, സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് നീ നിന്റെ കഥകൾ അടച്ചു കളഞ്ഞാൽ ഇത് തന്നെ ആവർത്തിക്കപ്പെടും. ജെറുസലേം എന്ന പേര് മാറി എൻ്റെ പേര് അവിടെ ചേർക്കപ്പെടുമെന്നത് ഓർക്കണം. വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൻ്റെ മുന്നറിയിപ്പാണ് ജെറുസലേം തേങ്ങൽ എന്നത്. മറക്കാതിരിക്കാം. സ്നേഹത്തോടെ ഒരു തിരിച്ചു വരവിന്, തിരിഞ്ഞു നോട്ടത്തിനും ഇത് മുഖാന്തരവും ഓർമ്മപ്പെടുത്തലുമായി മാറട്ടെ. ആമേൻ.